കേന്ദ്ര സർവകലാശാലയിൽ ലൈബ്രറിയുടെ പ്രവർത്തനം 24 മണിക്കൂറാക്കണമെന്നാവശ്യപ്പെട്ട വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. എസ്എഫ്ഐയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ലൈബ്രറിയുടെ പ്രവർത്തനം 24 മണിക്കൂറാക്കണമെന്നാവശ്യപ്പെട്ട് പെരിയയിലെ കേരള കേന്ദ്ര സർവകലാശാലയിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ രാത്രി മുഴുവൻ ലൈബ്രറിയിലിരുന്ന് പഠിച്ച വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. നിലവിൽ രാവിലെ 9 മണി മുതൽ 11 മണി വരെയാണ് ലൈബ്രറി പ്രവർത്തിക്കുന്നത്. വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ അച്ചടക്ക ചുമതലയുള്ള പ്രോക്ടർ ചുമതലയുള്ള അധ്യാപകൻ മോശമായി പെരുമാറുകയും വിദ്യാർത്ഥികളെ ലൈബ്രറിയിൽ അടച്ചിടുകയും ചെയ്തതായും പരാതിയുണ്ട്. കള്ളം പറയല്ലേ സാറേ, ഇവിടെ ദേഹത്തോടൊന്നും പറയില്ല സാറേ. കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായിട്ട് എസ്എഫ്ഐയുടെ യൂണിറ്റ് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നും സ്റ്റുഡന്റ് കൌൺസിലിന്റെ ഭാഗത്തുനിന്നും നേരിട്ടും മെയിൽ വഴി നിരന്തരമായിട്ട് ലൈബ്രറിയിലെ ഇഷ്യൂസ് ചർച്ച ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് വരികയാണ്. ഇവിടെ 3000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ കേവലം 300 വിദ്യാർത്ഥികൾക്ക് പോലും ഇരിക്കാനുള്ള സൗകര്യം ലൈബ്രറി പ്രൊവൈഡ് ചെയ്യുന്നില്ല. കൃത്യമായിട്ടുള്ള വാട്ടർ ഫെസിലിറ്റി ഇവിടെ ഇല്ല. കുട്ടികൾക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റോ ടേബിൾ അറേഞ്ച്മെന്റോ ഇവിടെ ഇല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മേലെ കടിച്ചേൽപ്പിക്കുന്ന ഒരു ടൈമിംഗ്, കൃത്യമായിട്ട് ലൈബ്രറിയിൽ വന്നിരുന്ന് പഠിക്കാനുള്ള ഒരു സമയം പോലും അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നില്ല. ഇവിടെ വിദ്യാർത്ഥികൾ May 12-ന് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. ഈ എക്സാം മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് പോലും ലൈബ്രറിയിൽ ഇരുന്ന് പഠിക്കാനുള്ള ബേസിക് റൈറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പോലും വയലേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതികരിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തോട് പോലും വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഗുണ്ടകളെന്ന് അധിക്ഷേപിക്കുകയും കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോൾ സർട്ടിഫിക്കറ്റ് പിടിച്ചു വെക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നിലവിലുള്ളത്. ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടിട്ടുള്ള മുന്നേ ഇവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളും നമ്മുടെ കൺമുന്നിലുണ്ട്. വിദ്യാർത്ഥികളെ കേവലം ഒരു രീതിയിലുമുള്ള മാനുഷിക പരിഗണന പോലും കൊടുക്കാതെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. പ്രോക്ടറെയും ലൈബ്രറിയനെയും വിദ്യാർത്ഥികൾ ഉപരോധിച്ചു. രാവിലെ 6 മണി വരെ പ്രതിഷേധം നീണ്ടു. പ്രതിഷേധത്തിനൊടുവിൽ 3 ദിവസത്തേക്ക് ലൈബ്രറിയുടെ പ്രവർത്തനം 24 മണിക്കൂറാക്കി സർവകലാശാല അധികൃതർ ഉത്തരവിട്ടു. തിങ്കളാഴ്ച വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധികളുമായി ചർച്ച ചെയ്ത് തുടർ തീരുമാനമെടുക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പെരിയ.